അൻവറിനെതിരായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയും ചർച്ചയാകുന്നു. അൻവറിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ബേപ്പൂരിൽ വിജയിക്കുമായിരുന്നു എന്നാണ് മുല്ലപ്പള്ളിയുടെ പ്രസംഗം. കോഴിക്കോട് DCC പ്രസിഡന്റ് വിവാദ പരാമർശം നടത്തിയ അതേ വേദിയിലായിരുന്നു മുല്ലപ്പള്ളിയുടെയും പ്രതികരണം. പിന്നെ ബേപ്പൂർ നമ്മൾ പരാജയപ്പെട്ടു. ബേപ്പൂർ പരാജയപ്പെടുമെന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. വേണ്ടിയിരുന്നില്ല, മറിച്ചൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് നിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ബേപ്പൂരും കിട്ടുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് റിയാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കും, ഒരു സംശയമില്ല എന്ന കാര്യവും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സാജിദ് അജ്മൽ ചേരുകയാണ് വിവരങ്ങളുമായി. സാജിദ്, അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല PV അൻവറിനെ UDF-ന്. ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ PV അൻവറിനെ തള്ളി പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ UDF-ന് ഇത്ര വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും ലഭിക്കില്ലെന്ന് പ്രതീക്ഷിച്ച സീറ്റുകൾ പോലും നേടിയെടുത്തു. എന്നാൽ ബേപ്പൂര് കൈവിട്ടു. ആ ബേപ്പൂര് നഷ്ടപ്പെടാനുള്ള കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. ഇന്നലെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് പുറത്തു വന്നത്. അതേ വേദിയിൽ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതേ കാര്യം പറഞ്ഞത്. ആദ്യം പ്രസംഗിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞത് ബേപ്പൂരിൽ തോൽക്കുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി മറ്റൊരാളായിരുന്നെങ്കിൽ വിജയം ഉറപ്പായിരുന്നു, റിയാസിനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ PV അൻവറിനെ കൂടെ കൂട്ടേണ്ടിയിരുന്നില്ല എന്നുകൂടി മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ PV അൻവർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി. തന്നെ ചതിച്ചത് കൂടെയുള്ളവർ തന്നെയാണ്, താൻ മന്ത്രിയാകും എന്ന് ഈ പ്രതീക്ഷിച്ച മന്ത്രി സ്വപ്നം കണ്ട് നടന്നവർ തന്നെ തോൽപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് പ്രവീൺകുമാർ താൻ അൻവറിനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യമെല്ലാം തന്നെ പറഞ്ഞു. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ ആദ്യം PV അൻവർ വലിയ രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. എല്ലാം ഒരു നെക്സസിന്റെ ഭാഗമാണ്, ഒരു കോക്കസിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള വിമർശനം നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തുന്നതോടുകൂടി ഒരുമിച്ച് വലിയ സഹകരണത്തോടുകൂടി മുന്നേറുകയും ചെയ്തതാണ്. PV അൻവർ ഇപ്പോൾ ഒരു മൗനത്തിലാണ്. ആ മൗനത്തിന് കാരണം തനിക്ക് പിന്നിൽ നിന്ന് കിട്ടിയ കുത്തും ചതിയുമാണ് എന്ന് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. ഈ കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ തള്ളിപ്പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഈ മുൻ MLA-യും മുസ്ലിം ലീഗിന്റെ നേതാവുമായ കാരാട്ട് റസാഖ് അൻവറിനെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുണ്ട്. UDF-ന്റെ ഇത്ര വലിയ തിളക്കമാർന്ന വിജയത്തിന് പിന്നിൽ അൻവറിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അൻവറിനെ അപമാനിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുകൂടി കാരാട്ട് റസാഖ് പറഞ്ഞു വെക്കുന്നുണ്ട്.